രണ്ടുപേരും ഭയങ്കര വഴക്കും എപ്പോഴും ചീത്തവിളിയുള്ള ബിഗ് ബോസിലെ രണ്ടുപേര് ഇന്ന് ഭയങ്കര സൗഹൃദമായി. എല്ലാവർക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാക്കി. കാര്യം എന്ന് വെച്ചാൽ അവരെ മുഖത്തോട് മുഖം നോക്കിയാൽ അടിയെന്ന് പറയത്തില്ലേ, അതായിരുന്നു പരിപാടി. മറ്റാരുമല്ല, നല്ല രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അക്ബറും പിന്നെ ഷാനവാസും. ഇവര് അക്ബറിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി, അക്ബർ അപ്പാനി സ്ഥലത്തും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഷാനവാസിനെ പലപ്പോഴും ആക്രമിക്കുന്ന ഒരു രംഗം കാണാം. അപ്പോൾ ഷാനവാസ് ഒറ്റയ്ക്കാണേലും ഷാനവാസ് നല്ല ഒരു പ്ലെയർ ആണ്. പക്ഷെ പുള്ളിയുടെ വായിൽ നിന്ന് ചില സമയത്ത് അസമയത്തൊക്കെ ചില നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി പോണ തന്തയ്ക്ക് പറയുകയല്ലേ, അത് തന്തയ്ക്ക് വിളിയല്ലേ. പുള്ളി അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു പ്ലെയർ ആണ്. അക്ബറും അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കാനും പാടുവാനും എല്ലാവരെയും എന്റർടൈൻ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഒരു ഗെയിമറാണ്, നല്ലൊരു പ്ലെയർ, സിംഗറാണ്. അപ്പം ഇവര് തമ്മില് ഒരു ലിവിംഗ് റൂമിന്റെ ഒരു കോർണറിൽ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഷാനവാസിന്റെ ജീവിതത്തിലെ എന്തൊക്കെയോ നടന്ന സംഭവങ്ങൾ, പുള്ളി വളരെ താഴേന്ന് കയറി വന്ന ആളാണ്, അച്ഛൻ ലോറി ഡ്രൈവറോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരു ചെറിയ ഫാമിലി ആയിരുന്നു, കഷ്ടപ്പാടിന്റെ ഈ നടുക്കടലിലൊക്കെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഷാനവാസ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വൈകാരികത പുള്ളി പല അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അപ്പൊ അതൊക്കെ പങ്കുവച്ചാണെന്ന് തോന്നുന്നു. പുള്ളി കരയുന്നു, ഒപ്പം ഈ ശത്രുത എന്ന് പറയുന്ന നടക്കുന്ന അക്ബറും കരയുന്നു. പക്ഷെ ആ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു എന്ത് രസമാണ് അങ്ങനെയുള്ള. അപ്പൊ ചോദിക്കുന്നത് ഈ കരയുന്ന കാണുന്ന രസമാണോ എന്ന് ചോദിക്കാം. അല്ല, പക്ഷെ ഇവര് അടിച്ച് നിൽക്കുന്ന ആ ഒരു ഇതില് ഇവരുടെ ഒരു ഈ കാര്യത്തിൽ ഒരു സൗഹൃദമായിട്ടേ കാണികൾക്കും എനിക്കും ഒക്കെ തോന്നത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു സീനായിരുന്നു അത്. കാര്യം ശത്രു തന്നെ കൊണ്ട് നടക്കുന്ന ഒരു ബിഗ് ബോസിലെ കാഴ്ചകൾക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഒരു വലിയ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞ ലൈവ് അപ്ഡേറ്റിലെ ഒരു കാര്യമാണ്. പിന്നെ റെനയും ഫാത്തിമയും മസ്താനി കഴിഞ്ഞ ഈ വൈൽഡ് കാർഡ് എൻട്രീസിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു മസ്താനി. നാവിന് എല്ലില്ലെന്ന് പറയത്തില്ലേ, ഭയങ്കര സാധനമാണ് അത്. റെന ഫാത്തിമയെ കഴിഞ്ഞ ദിവസം ആര്യൻ സെയിലിൽ പ്രശ്നത്തിലെ സെയിം ഇഷ്യൂ എടുത്തിട്ട് ഒരു കൊടയം വന്നപ്പോ റെനയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും അത് അവര് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ ബാധിക്കുമെന്നും ഭയങ്കര കരച്ചിലായിരുന്നു. റെന അവിടുത്തെ രാജ്ഞിയായിട്ട് വാഴുമ്പോഴാണ് ഈ മസ്താനി വന്നത്. മസ്താനി വന്നപ്പോഴത്തേക്ക് റെന ആകെ ഫ്യൂസായെന്നുള്ളതാണ്. എന്തായാലും ശരി, അങ്ങനെ ബോയ് ഫ്രണ്ട് അറിവെന്നുള്ള ആ ഒരു ഇതിലെ ഇവര് തമ്മിൽ നടന്ന വർത്താനങ്ങളും ഒക്കെ ആ ഒരു വിഷയങ്ങള് ഒരു സൈഡിൽ നിൽക്കുന്നു. എന്തിന് ആ ഒരു പ്രശ്നങ്ങളാണ്. പിന്നെ ഈ റെനയെ ഇങ്ങനെ കൈ കാണിച്ചാൽ എന്താ പറയുക നമ്മുടെ നാട്ടില്, മിഡിൽ ഫിംഗർ കാണിക്കുക. മിഡിൽ ഫിംഗർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മിഡിൽ ഫിംഗർ. പക്ഷെ നമുക്ക് അതിന് വേറെ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ കേരളത്തില് നമുക്ക് ഓരോന്നിനും ഓരോ അർത്ഥങ്ങള് നമ്മൾ നോട്ടത്തിലും ചിരിയിലും ദേശത്തിലും കൈകൾ അഭ്യാസം കാണിക്കുന്നതൊക്കെ ആംഗ്യം കാണിക്കുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വേറെ അർത്ഥങ്ങളാണ് എഴുതി പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കാണിച്ചു, മിഡിൽ ഫിംഗർ കാണിച്ചു എന്നുള്ളതാണ് മറ്റൊരു മസ്താനിയെ കുറിച്ചുള്ള ആരോപണം. ലൈവ് അപ്ഡേറ്റ് തുടരും. നന്ദി.